ഓക്കെ ഓക്കെ സ്ക്രീന് കാണുന്നില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ടെംപ്ലേറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തു, പൈപ്പ് ക്രിയേറ്റ് ചെയ്തു, നമ്മളെ സ്പ്രിംഗ്ലർ പ്ലേസ് ചെയ്തു. പെൻഡന്റ് ടൈപ്പ് സ്പ്രിംഗ്ലർ ആണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് ക്രിയേറ്റ് ചെയ്തതില് നമുക്ക് ജനറേറ്റ് ലേഔട്ട് വന്നിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ബ്രോ ചെയ്യുമ്പോ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ വേണം ചെയ്യാന്. ഓക്കെ, നമുക്കിപ്പോ ഓൺലൈനിൽ ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ക്ലാഷ് ഒക്കെ കണ്ടെത്തി അളവുകളൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ബ്രോ ചെയ്യുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനെ സെലക്ട് ചെയ്തിട്ട് വർക്ക് പ്ലെയിനിൽ പ്ലേസ് ചെയ്യണം അറിയില്ല, നമുക്ക് 3600 തന്നെ പ്ലേസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടെ ക്ലാഷ് വരും. അപ്പൊ വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് താഴ്ത്തിട്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പൈപ്പിങ്ങിൽ വന്നു. വർക്ക് ബ്ലൈൻഡ് എന്തെന്ന് അത് പറഞ്ഞില്ല. വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണത് പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് ഓർമ്മയില്ല, റെഫറൻസ് എലിവേഷനിൽ വന്നിട്ട്. ആ, അപ്പൊ ഇതിനെ സെലക്ട് ചെയ്തിട്ട് സ്പ്രിംഗ്ലറിനെ സെലക്ട് ചെയ്തിട്ട് പൈപ്പിംഗ് പറയാ, ഓപ്പൺ സിസ്റ്റം എഡിറ്റർ പറഞ്ഞു, നമുക്ക് ആഡ് ടു സിസ്റ്റം പറഞ്ഞു, ബാക്കി എല്ലാത്തിനും എഡിറ്റ് പറഞ്ഞു. ഇത് അറിയണല്ലേ? ഇത് ആ ഫയർ പ്രൊട്ടക്ഷൻ വെറ്റ് എന്ന് പറഞ്ഞ ആ പൈപ്പിംഗ് സിസ്റ്റത്തിന് റെഡ് കളർ കൊടുത്താൽ ഇങ്ങനെ റെഡിഷ് ആയിട്ട് വരല്ലോ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അതെവിടെ ചെയ്തത്? ഫാമിലീസിൽ പൈപ്പിംഗ് സിസ്റ്റത്തിൽ. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ലേഔട്ട് കൊടുക്കുക. അപ്പൊ ഈ ജനറേറ്റ് ലേഔട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സെറ്റിംഗ്സിലൊന്ന് വന്ന് നോക്കുക. ഇവിടെ നമ്മ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയർ പൈപ്പ് ആണോ എന്താന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് നോക്കാം. നമ്മ ഇതിന് ഹൈറ്റ് കൊടുക്കുക. അപ്പൊ പെൻഡന്റ് ടൈപ്പ് ആണ്, ഏറ്റവും കുറച്ച് ഹൈറ്റിൽ വേണം നമ്മളെ പൈപ്പ് ഇരിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈറ്റ് കൊടുത്ത് ഓക്കെ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ പ്ലേസ് ബേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഗ്രൗണ്ടിൽ ഇതൊരു മോട്ടർ റൂം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പ്ലേസ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, സൊല്യൂഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ലേഔട്ട് പറഞ്ഞിട്ട് ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് ചെയ്യാം. പറയാട്ടാ, മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞ? ഇതില് കൺഫ്യൂഷൻ ഇല്ല. പ്ലേസ് ബേസ് പറഞ്ഞ കാരണം നമുക്ക് അവിടെ ക്ലാഷസ് ഒന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ, അത് ക്ലിയർ ആയിട്ട് ഒന്ന് ചെയ്തിരിക്കുള്ളൂ കേട്ടോ. കണ്ടോ, പ്ലേസ് ബേസ് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിക്ക് നമുക്ക് ആ ബേസ് വന്നു. കണ്ടോ, ഇവിടെ ഇപ്പൊ ക്ലാഷസ് ഇല്ല, അറ്റത്ത് വരുമ്പോ ചെറിയ ക്ലാഷസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർക്ക് പ്ലെയിൻ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ടോ അല്ലാതെ കുറച്ചിട്ടോ വെച്ച് കൊടുക്കട്ടോ അളവ്. ഓക്കെ, എന്നിട്ട് എന്താ നമ്മൾ പ്ലേസ് ബേസ് പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് നമുക്ക് ആ ഒരു സ്പ്രിംഗ്ലറിന്റെ എൻഡ് കിട്ടി, മോട്ടോർ കണക്ഷൻ മോട്ടോർ റൂമിലേക്ക്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? സൈസിങ് ആണ്. സൈസിങ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റില്ല, മാനുവലി തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ പുതിയൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ച കാരണം പല ഫംഗ്ഷനുകൾ ആ ടെംപ്ലേറ്റിൽ വർക്ക് ആവില്ല. ഇപ്പൊ പ്ലംബിങ്ങിൽ ഓട്ടോമാറ്റിക് സൈസിങ് പൈപ്പ് സൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാനുവലി ഞാൻ ആ ലിസ്റ്റ് തന്നില്ലേ, അതൊന്ന് ഫോളോ ചെയ്യാട്ടോ. അപ്പൊ ഇവിടെയാണ് വാട്ടർ വരുന്നത്. അപ്പൊ ഈ ഒരു മെയിൻ പൈപ്പ് ഇവിടം വരെ കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഇവിടം വരെ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പൈപ്പ് കൺട്രോൾ ചെയ്യണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 പെട്ടെന്ന് വരുമ്പോ ഏതാ വരേണ്ടത്? ഞാൻ ആ സൈസിങ് ചാർട്ട് തന്നിട്ടില്ലേ, അത് സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതിയായിരുന്നു. ആ, അപ്പൊ അതൊന്ന് ജസ്റ്റ് 50 പോവാറുണ്ട്. ഓക്കെ, ആ ഒരു ചാർട്ട് നോക്കിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആയില്ലേ? അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാവോ ഒന്ന്? അതെന്റെ അടുത്തുണ്ട്. ഓക്കെ. ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലത്തെ ആ ഒരു ഇത് നോക്കിട്ട് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇവിടെ വരുന്നത്, ഈ കേസിൽ വരുന്നത് 8 വരുന്നത്. 8 വരുമ്പോ 80 വരേണ്ടത്. അപ്പൊ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എന്താക്കണം, നമ്മുടെ പൈപ്പിംഗ് സൈസ് 80 ആക്കി കൊടുക്കാം. 80 എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം, എഡിറ്റ് ടൈപ്പില് പൈപ്പ് ആൻഡ് സെഗ്മെന്റില് റൂട്ടിംഗ് പ്രിഫറൻസിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
കൺഫ്യൂഷൻ ഇല്ല. എന്നിട്ട് ആഡ് ചെയ്താൽ ഇല്ല മാത്രം ഇല്ല. പോരാ, മിനിമം മാക്സിമം ഒക്കെ നോക്കാം. ഇപ്പൊ മിനിമം നമുക്ക് 5 വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 5 ആഡ് ചെയ്തിട്ട് കാര്യമില്ല, ഇവിടെ മിനിമത്തിൽ വന്നിട്ട് 5 ആക്കണം കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തു, നമ്മ ഇവിടെ 80 ആക്കി കൊടുക്കുക. ഓക്കെ അല്ലേ? എല്ലാതും ആ അറ്റം വരെ നമുക്ക് എന്ത് ചെയ്യണം, 80 ആക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ടാബ് അമർത്തിയിട്ട് നമ്മ വിസിബിലിറ്റി ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ഫിൽട്ടർ ഇപ്പൊ സപ്ലൈക്ക് റിട്ടേൺ എക്സോസിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? ഇത് അറിയില്ലേ ക്രിയേറ്റ് ചെയ്യാന്? അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്തിടാ കേട്ടോ. നമുക്കിപ്പൊ ഇത് ചെയ്യേണ്ടത് മാത്രം കണ്ടാ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താ ചെയ്യണ വെച്ചാൽ ഇപ്പൊ ഫയറിന് ക്രിയേറ്റ് ചെയ്യണം നമുക്ക്. അപ്പൊ വിസിബിലിറ്റി ഗ്രാഫിക്സിൽ ഫിൽട്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ എഡിറ്റ് ന്യൂവിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ ഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ ന്യൂ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഫയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്യാം, ഒരു ഫിൽട്ടർ ന്യൂ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ റൂൾസ് ഡിഫൈൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഈ ഫയർ സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെ പൈപ്പിംഗ് കൊടുക്കണം. ഇപ്പൊ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഒക്കെ വരുന്നുണ്ടായില്ല, നമുക്ക് സ്പ്രിംഗ്ലർ, സ്മോക്ക് ഡിറ്റക്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോ മോട്ടർ വരുമ്പോ മെക്കാനിക്കൽ എക്യുപ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണോ കാണണ്ടാത്തത് അതൊക്കെ ഹൈഡ് ചെയ്യാട്ടോ. അത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പൈപ്പ് പ്ലേസ് ഹോൾഡർ, ഇൻസുലേഷൻ, ഈ പൈപ്പ്സിന്റെ എല്ലാതും സെലക്ട് ചെയ്യാം. ഇവിടെ പൈപ്പിംഗ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയർ പ്രൊട്ടക്ഷൻ വെച്ചിട്ട് അതിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സിസ്റ്റത്തേക്ക്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിവിടെ സ്പ്രിംഗ്ലർ ഉണ്ട്. ഇനിയിപ്പോ നമുക്കിപ്പോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അല്ലാന്നുണ്ടെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസസ്, അലാറാം ഡിവൈസസ് ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ? മനസ്സിലായില്ലേ? ഇപ്പൊ DB ഒക്കെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ്. അങ്ങനത്തെ എല്ലാതും സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫിൽറ്റേർഡ് ബൈ എന്നുള്ള ഓപ്ഷൻ കണ്ട. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ പൈപ്പിംഗ് മാത്രമാണ് കൊടുത്തത് കേട്ടോ, ഇലക്ട്രിക്കൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഇലക്ട്രിക്കൽ വെച്ച് ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, പൈപ്പ്, സ്പ്രിംഗ്ലർ, പൈപ്പിംഗ് സിസ്റ്റം വരുന്നു. 1 മിനിറ്റ് കേട്ടോ. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. അത് ഉണ്ടാക്കി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറെ എക്യുപ്മെന്റുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു ഫയറിന്റെ ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ, അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യണം, കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു കണക്ഷൻ വെച്ചോണ്ട് സൈസിങ് ചെയ്യാട്ടോ. ഇവിടെ വരെ നമുക്ക് കൊടുത്തു. പിന്നെ ഇതിനെ സെലക്ട് ചെയ്യുമ്പോ ഈ ഒരു ബ്രാഞ്ചിൽ എത്ര എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണത്തിന്റെ സൈസ് കൊടുക്കുക. ഇതില് സെലക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണാണ്. ഇപ്പൊ ഇവിടുന്ന് വേറൊരു ബ്രാഞ്ച് പോയിട്ട് വേറെ സ്പ്രിംഗ്ലറിക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 എണ്ണത്തിന്റെ സൈസ് കൊടുക്കണം. മനസ്സിലായോ? ചിലപ്പോ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ടോ, ആദ്യം ഒരു ബ്രാഞ്ച് ഇങ്ങനെ പോയിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫയറിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാട്ടോ. പിന്നെ ഇവിടെ സെലക്ട് ചെയ്യുമ്പോ ബാക്കിയുള്ളതിക്ക് മാത്രം വെള്ളത്തിന്റെ ഫ്ലോ കൊടുത്താൽ മതി. ഇതിന് സെലക്ട് ചെയ്യാത്ത എണ്ണ. അപ്പൊ സൈസ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇവിടം വരെ നമ്മൾ ആ ഫിറ്റിങ് വരണം കേട്ടോ. ഫിറ്റിങ്ങിന് ഡയമീറ്റർ കൊടുക്കണേ, മാനുവലി ഗ്രൗണ്ട് ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് മോട്ടർ പ്ലേസ് ചെയ്യാം. അപ്പൊ ഇവിടാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇട്ടാ, സീലിംഗിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലായിരിക്കും ഇരിക്കാം. ഇത് റൂമിന്റെ അകത്ത് വേണം വരാന്. അപ്പൊ സിസ്റ്റത്തില് മെക്കാനിക്കൽ എക്യുപ്മെന്റ് എടുത്ത് ലോഡ് ഫാമിലിയിൽ വരാം. അപ്പൊ വാട്ടർ സൈഡ് കമ്പോണന്റിൽ തന്നെ നമുക്ക് ഇവിടെ പമ്പ് ഉണ്ട്. പമ്പ് ബേസ് മൗണ്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? എന്താ പമ്പ് ബേസ് മൗണ്ടഡ് എടുത്ത് ചെയ്യാ, നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഈ പമ്പിന്റെ എല്ലാ ടെംപ്ലേറ്റും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അയച്ചിട്ടുണ്ട്. അല്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂട്ടാ. ഇല്ലാന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി.
അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബേസ് മൗണ്ടഡ് പമ്പ് തന്നെ എടുത്തിട്ട് മൂന്നിനും കൂടിയിട്ട് ഒരൊറ്റ പമ്പ് യൂണിറ്റ് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ സെപ്പറേറ്റ് പമ്പുകളുണ്ട്. അത് നമുക്ക് ഇതിലങ്ങനെ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പൊ ജോക്കി പമ്പിന് വേറെ ഡിസൈൻ ആയിരിക്കും. അങ്ങനത്തെ നമുക്ക് പമ്പുകൾ എന്ത് ചെയ്യാം, ഒന്നില്ല അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം കേട്ടാ. റെവിറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് സൈറ്റ് വരുന്നുണ്ട്, ബിം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ നമ്മ ഇവിടെ എടുത്തു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യാം കേട്ടോ, ബിം ഒബ്ജക്റ്റ് എന്ന്. ഇപ്പൊ ഇല്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് ചെയ്താൽ മതി കേട്ടോ. അധികം MB ഒന്നും വരില്ല. ബിം ഒബ്ജക്റ്റ് എന്ന് അടിച്ചിട്ട് ഫസ്റ്റത്തെ ആ ലിങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് മോട്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്യാം, മോട്ടർ പമ്പ്. ഇപ്പൊ ജോക്കി പമ്പ് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതില് വരും കേട്ടോ, കാറ്റഗറിയില്. കണ്ടാ, നമുക്ക് ഇങ്ങനെ കണ്ട പമ്പ്, HVAC പമ്പ്, ക്ലോസ്ഡ്, ഇങ്ങനെ നമുക്ക് പല ടൈപ്പ് പമ്പും കാര്യങ്ങളൊക്കെ വരും. ഇതിന് ഡയറക്റ്റ് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പമ്പ് അടിച്ചു കൊടുത്താല് ജോക്കി പമ്പ് വരും. അല്ലാതെ ജോക്കി പമ്പ് തന്നെ ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലാത്ത സാധനങ്ങള് ഇതിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. കണ്ടോ, പ്രഷർ റെഡ്യൂസിങ്, ഇത് വാൽവാണ്. പമ്പ് മാത്രമായിട്ട് കിട്ടും. ആ 3 പമ്പ് ഒരുമിച്ചുള്ള ഒരു സിസ്റ്റം കിട്ടും. ഇതൊക്കെ നമുക്ക് ഈ വാൽവ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഫയറിന്റെ. ഇത് ഫയർ പ്രൊട്ടക്ഷന്റെ. അല്ലാതെ ഇപ്പൊ നമുക്ക് ജോക്കി പമ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജോക്കി പമ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിവിടെ വെൽ പമ്പ്, നോബിൾ പമ്പ്, ഈ ഒരു പമ്പ് കിട്ടും. കണ്ട, പ്രഷർ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടാ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒരു 3 ബേസ് മൗണ്ടഡ് പമ്പ് കാണിച്ചിട്ട് ഇവിടെ ടൈപ്പ് എഴുതി കൊടുക്കും, ഏതാണ് ആ പമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പൊ വ്യൂവില് നമുക്ക് സെക്ഷൻ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കണക്ഷൻ കൊടുക്കുക കേട്ടോ. ഒന്നില്ലാന്നുണ്ടെങ്കിൽ എലിവേഷനിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെക്ഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടാവും, നമ്മൾ ആ പമ്പ് കിട്ടി. നമുക്ക് ആ സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വലുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൈപ്പ് അവിടെ ഇരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ പൈപ്പും കൂടി ആ സെക്ഷനിൽ ഉൾപ്പെടുത്തിക്കോട്ടോ. ഇതിപ്പോ ഞാൻ ആ പൈപ്പ് വരാത്ത കാരണമാണ് അതിൽ കാണാത്തത്, മനസ്സിലായില്ലേ? എന്ത് ചെയ്യാ, ഇതിക്കല്ല, ഇതിനിങ്ങനെ കുറച്ചൊന്ന് പൊക്കി കൊടുക്കുക. കണ്ട, എന്നിട്ട് ഇതിന്റെ ഔട്ടിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? അപ്പൊ ഇതിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ. ഇതിന്ന് 3 പമ്പ് ഡ്രോ പൈപ്പ് പറഞ്ഞിട്ട് കണ്ടാ, ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഇതിന് DBയും കാര്യങ്ങളും ലാംഗ്വേജിന്റെ അടുത്ത് തന്നെ വരും. സെപ്പറേറ്റ് വാൽവ്സ് വെച്ച് കൊടുക്കണം നമുക്ക്. എന്താ വെച്ച് കൊടുക്കണ്ട? അപ്പൊ വാൽവ് വെക്കാൻ വേണ്ടിട്ട് സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാല് ഇതിന്റെ ഇന്നിക്ക് നമുക്ക് ഇവിടെ തന്നെ ഒരു വലിയൊരു ടാങ്ക്, ഞാൻ ടാങ്ക് അയച്ചിട്ടില്ലേ, അതിന് പകരം ഒരു വലിയൊരു സർജ് ടാങ്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് ടാങ്ക് എന്നിട്ട് ഒരു ടാങ്ക് ഉണ്ടാവും. അതായിരിക്കും ഇതിക്ക് കണക്ഷൻ വരാം. നമ്മളെ കയ്യില് ഫാമിലി ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വെക്കാട്ടാ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വരക്കാൻ വേണ്ടിട്ട് മുകളിൽ വെച്ചോ, റൂഫ് ടോപ്പിക്ക്. എന്നിട്ട് ഇതിന്റെ ഇന്നേക്ക് കൂടി പോണം. അപ്പൊ ഈ ഇന്നേക്ക് കണക്ട് ചെയ്യുമ്പോഴേ നമ്മ ഇതിന്റെ ഈ സീലിംഗ് പൊളിച്ചു പോകരുതായിരുന്നു. ചുമരിനോട് ചേർന്ന് ഇങ്ങനെ വന്ന് ഇതിന്റെ സൈഡിൽ കൂടി വേണം പോകാൻ വേണ്ടിട്ട്, മനസ്സിലായോ? അത് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇങ്ങനെ റെഫറൻസ് പ്ലെയിൻ ഒക്കെ മാറ്റിയിട്ട്, റെഫറൻസ് ലെവലൊക്കെ മാറ്റിയിട്ട് റൂഫ് ടോപ്പ് ഇട്ടിട്ട് വരച്ചാൽ മതി. ഓക്കെ, ആ മുമ്പത്തെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ആ ഇന്നിക്ക് വാട്ടർ ടാങ്ക് കണക്ട് ചെയ്തോട്ടാ. നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെയാണ് ആ സ്റ്റോറേജ് ടാങ്ക് വരാം. ഞാൻ കുറച്ചും കൂടി വരച്ച് സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് റൂഫ് ടോപ്പിൽ പറഞ്ഞത്. ഓക്കെ, ഓക്കെ അല്ലേ?
അപ്പൊ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് വാൽവ്സ് വെക്കണം കേട്ടോ. ഈ പോണതിനൊക്കെ വാൽവ്സ് വെക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഒരു വാൽവ് വെക്കുന്നുണ്ട്. ഈ ഒരു മൂന്നിനെ കണക്ട് ചെയ്തിട്ട് ഒരു വാൽവ് വെക്കാൻ വേണ്ടിട്ട് പല ടൈപ്പ് വാൽവ് ഉണ്ട് കേട്ടോ. പ്രഷർ വാൽവ്, ഏതാ റിക്വയർമെന്റ് വെച്ചാൽ അതിനനുസരിച്ച് ഇവിടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൈപ്പ് ആക്സസറീസിലാണ് വാൽവ് എടുക്കുന്നത്. കണ്ടോ, ഇവിടെ എസ് വന്നിട്ട് നമ്മ ലോഡ് പറയുമ്പോ ഇന്ത്യയില് പൈപ്പിലാണ് വാൽവ്സ് എടുക്കുന്നത് കേട്ടോ. പലതരം വാൽവ് ഉണ്ട്. ബോൾ വാൽവ്, ബട്ടർഫ്ലൈ, ചെക്ക് വാൽവ്, കൺട്രോൾ വാൽവ്, സ്റ്റീം വാൽവ്, പ്രഷർ റെഗുലേഷൻ, പ്ലഗ് വാൽവ്, അങ്ങനെ. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ വാൽവ്സ് എടുത്ത് വെച്ച് കാണിച്ചു തരുന്നു. ഓപ്പൺ പറഞ്ഞിട്ട് നമ്മളെ നോർമൽ ഇത് 3D കൊണ്ടുപോയി വെക്കാട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ 3D നോക്കുമ്പോ നിങ്ങൾക്ക് ആ വാൽവ് ഇരിക്കുന്നത് കാണാം. കണ്ട, ഇതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാ, എഡിറ്റ് ടൈപ്പില് നമ്മളാ ഒരു പൈപ്പിന്റെ ഡയമീറ്റർ കൊടുക്കുക കേട്ടോ. ഡയമീറ്റർ എന്താന്ന് വെച്ചാല് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഇത് കട്ടിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ വ്യൂവില് തിൻ ലൈൻസ് ഒന്ന് ഓൺ ആക്കി ഇട്ടാ മതി കേട്ടാ. വ്യൂവില് കണ്ട് തിൻ ലൈൻസ് ഓൺ ആക്കി ഇട്ടേ നമുക്ക് കുറച്ചുകൂടി കട്ടി കുറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് ഞാൻ മെറ്റീരിയലിന് കളർ കൊടുത്തിട്ടില്ല കേട്ടാ. ഞാൻ ജസ്റ്റ് ഔട്ടർ കളർ കൊടുത്തുള്ളൂ. മെറ്റീരിയൽ കളർ കൊടുത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? നോക്കിയല്ലേ? അപ്പൊ റൂഫ് ടോപ്പിക്ക് കണക്ഷൻ ചെയ്യാട്ടാ. ഇനി ഇതിന്റെ റൂമിൽ തന്നെ ഇതിന് നമുക്ക് DB-കളും സ്റ്റാർട്ടേഴ്സും കുറെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഇലക്ട്രിക്കലായിരിക്കും പഠിക്കുക. ഓക്കെ, ഇതിന്റെ കൺട്രോൾ പാനലൊക്കെ ഉണ്ട്. ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് അതിന്റെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ പാനലും നമ്മളെ സർക്യൂട്ട് ബ്രേക്കറും പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മ ഇലക്ട്രിക്കല് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിപ്പോ ബേസിക് ആണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ പമ്പിങ് ചെയ്യാൻ, മുകളിലോട്ട് കൊണ്ടുപോവാ, വാൽവ് വെക്ക, ഇതിന്റെ ഇന്ന റൂഫ് ടോപ്പിലല്ല നമ്മുടെ സൈഡിലൊരു സർജ് ടാങ്ക് വെച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫയർ ക്യാബിനറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടിട്ടില്ലേ? ഒരു മാളില് പോയിട്ട് ഒരു ഫയറിന്റെ ഉള്ളിൽ ഒരു ഹോസ് വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആയിട്ട് കൊണ്ടുവരാട്ടാ. ലോഡ് ഫാമിലി എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇന്ത്യയില് ഫയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. കാണുന്നുണ്ടോ? ഫയർ പ്രൊട്ടക്ഷൻ കണ്ട. ഇതിലും കുറെ വാൽവ്സ് ഉണ്ട് കേട്ടോ. ഇതിലുള്ള വാൽവ്സ് വേണമെങ്കിൽ വാൽവ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ആക്സറീസിലാണ് നമുക്ക് ഇവിടെ അലറാം, പ്രഷർ സ്വിച്ച്, കുറെ കാര്യങ്ങളുണ്ട്. വാട്ടർ ഫ്ലോ ഇൻഡിക്കേറ്റർ, ഇതൊക്കെ നമ്മൾ ഇലക്ട്രിക്കലിലാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. കണ്ട, വാട്ടർ മോട്ടർ, അലറാം, ഈ അലറാമൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി ഇവിടെ ക്യാബിനറ്റ് വന്നു കഴിഞ്ഞാല് ഹോസ്, പലതരം ക്യാബിനറ്റുകളുണ്ട്. ഇപ്പൊ സർഫസ് മൗണ്ടഡ് എടുത്തിട്ട് ഓപ്പൺ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മോട്ടർ റൂമിൽ ഒരെണ്ണം മസ്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. മനസ്സിലായില്ലേ? എലിവേറ്റർ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. അത് നമുക്കിപ്പോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. പിന്നെ നമ്മളെ ഇത് എവിടെ ഇരിക്കാന്ന് വെച്ചാൽ റൂമുകളിൽ എന്തായാലും വെക്കില്ല. നമുക്ക് ലോബീസുകളില് ഓക്കെ, റൂമുകളിൽ വെക്കില്ല ഒരിക്കലും. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ഇത് വെക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ചില്ലാണ്. ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മ സെക്ഷൻ ബോക്സ് എടുക്കും. ഇവിടെ കണ്ട, ആ സെക്ഷൻ ബോക്സ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും. കണ്ട, ഇവിടെ നമുക്ക് ഇവിടെ സെക്ഷൻ ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഡിസിപ്ലിൻ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ ഒന്ന് ആക്കി കൊടുത്ത് അപ്ലൈ പറഞ്ഞ കണ്ട ചില്ലാണ്. മനസ്സിലായില്ലേ? അവിടെ ഗ്ലാസ് മെറ്റീരിയൽ ആണ് ഈ ഭാഗത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇത് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കില്ല, ചാൻസ് ഇല്ല വെക്കാൻ. അപ്പൊ നമുക്കിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു റൂമിലായിട്ട് തന്നെ അത് വെച്ചോ. ഞാൻ വേറെ ഒരു ബിൽഡിങ് തരാം. ഇത് നമ്മ ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ചില്ലിന്റെ പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മ തിരിച്ച് കോർഡിനേഷൻ ഓഫ് ചെയ്യാട്ടാ. എന്നിട്ട് മെക്കാനിക്കലിലേക്ക് ഇടാം. ഇവിടെ സെക്ഷൻ ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്ത് അപ്ലൈ പറഞ്ഞ പഴയ മാതിരിയാവും. പിന്നെ നമ്മളെ ഗ്രൗണ്ടിൽ തന്നെ വരാം. ക്ലിയർ ആയ? ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതുമ്മ തന്നെ ബ്രോ വെച്ച് കൊടുത്തോ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ. നമ്മളെ ഒരു റൂമിലായിട്ട് വെച്ച് കൊടുത്തോടാ. എന്നിട്ട് ഇതിന്റെ എല്ലാ ഇനിക്കും വാട്ടർ ടാങ്ക് മുകളിൽ കൊടുക്കടാ. അപ്പൊ വാട്ടർ ടാങ്ക് കൊടുക്കുമ്പോ ഒരു പമ്പും കൂടിയും കൊടുത്തിട്ട് വേണം കൊടുക്കാൻ. ഇതിന്റെ പമ്പിന്റെ ഇന്നിക്ക് വാട്ടർ കൊടുക്കാം, ഈ പമ്പിന്റെ ഔട്ട് എടുത്തിട്ട് വേണം ഇതിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടാ. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. അത് സെപ്പറേറ്റ് കണക്ഷൻ, അത് ഈ സെയിം മോട്ടോർ കണക്ഷനിലല്ലേ? അല്ലല്ല, സെപ്പറേറ്റ് കണക്ഷൻ ആണ് ഉണ്ടാവുക ഇതിന്. ആ, ചിലർ ലൂപ്പ് ചെയ്ത് കൊടുക്കും. നമ്മള് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തേക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കും. അതെന്ന് പറഞ്ഞാല് കുറച്ച് ഇതാണ്. നമുക്കിപ്പോ രണ്ടും കൂടി ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോ എഫിഷ്യന്റ് കുറയും സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ. മനസ്സിലായോ? ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്മോക്ക് ഡിറ്റക്ടർ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യണം ഇതില് തന്നെ. ഓക്കെ. അപ്പൊ ഈ സ്മോക്ക് ഡിറ്റക്ടറും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് സീലിംഗിൽ വരാം. അപ്പൊ ഇത് സ്മോക്ക് ഡിറ്റക്ടർ ഒക്കെ ഇലക്ട്രിക്കൽ ഡിവൈസസ് ആണ്. മനസ്സിലായില്ലേ? ഇവിടെ ഡിവൈസസിൽ ഫയർ അലാറാം എടുക്കണം. മനസ്സിലായില്ലേ? ഫയർ അലാറാം എടുത്തിട്ട് നമ്മൾ ലോഡ് ചെയ്യണം. ഫയർ അലാറാം എടുക്കുന്നതൊക്കെ ഇലക്ട്രിക്കൽ, ലൈബ്രറീസിൽ ഇലക്ട്രിക്കൽ വരണം കേട്ടോ. നമ്മളെ ഇലക്ട്രിക്കല് MEP എടുത്തു കഴിഞ്ഞാല് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് ഫയർ അലാറാം എടുക്കുന്നത്. ഈ പാത്തൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇതിൽ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫ്ലെയിം ഡിറ്റക്ടർ ഉണ്ട്, സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്, നമ്മുടെ പല ടൈപ്പ് ഓഫ് നമുക്ക് അലാറാം ഡിവൈസസുകൾ ഉണ്ട്. ഓക്കെ. ഇതൊക്കെ അയച്ചായിരുന്നോ അത്? ഇത് അല്ലാതെ അയച്ചിട്ടുണ്ട്. അല്ലാതെ ഒരുമിച്ച് അയച്ചുള്ള ഫോൾഡർ ആയിട്ട് അയക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ്. ഒറ്റ ഫയലായിട്ട് വന്നത് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ സ്മോക്ക് ഡിറ്റക്ടർ എടുത്തിട്ടുണ്ട്. ഓപ്പൺ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ഓൺ ഫേസ് പറയാട്ടാ. പിന്നെ ഹൈറ്റ് കൊടുക്കരുത്. പ്ലേസ് ഓൺ ഫേസ് പറഞ്ഞിട്ട് നമുക്കിപ്പോ അളവൊന്നും ഇല്ലാത്ത ഞാൻ ഒരെണ്ണം ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്യുന്നത്. ഇത് കാണുന്നില്ലെങ്കിലേ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് അല്ലേ. അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്ത് ഓള് കൊടുത്തിട്ട് സെലക്ട് ചെയ്തോളൂട്ടാ. എന്നാലേ കാണുള്ളൂ. മനസ്സിലായോ? ഇത് സീലിംഗിലായിരിക്കണം കേട്ടാ. ഈ പൈപ്പ് മുതലല്ല ഇരിക്കണ. പൈപ്പ് 3800 ക്ലിയർ ആയില്ലേ? അത് ക്ലാരിറ്റി ആവില്ലേ? അപ്പൊ നമ്മ സ്മോക്ക് ഡിറ്റക്ടർ വെച്ചു. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ സ്മോക്ക് ഡിറ്റക്ടർ അല്ലാണ്ട് നമുക്ക് ഇവിടെ അലാറാം അടിക്കാൻ വേണ്ടിട്ട് സ്പീക്കേഴ്സ് വേണം. അപ്പൊ അതും നമ്മൾ ഇലക്ട്രിക്കലില് ഫയർ അലാറാം ഡിവൈസിൽ ലോഡ് ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരാം കേട്ടാ. ലോഡ് ഫാമിലിയിൽ ഇവിടെ സ്മോക്ക് ഡിറ്റക്ടർ കൂടാതെ തന്നെ നമുക്ക് ടെലിഫോൺ സിസ്റ്റം ഉണ്ട്, ഫയർ അലാറാം ഉണ്ട്. പണ്ടാ അപ്പൊ നമുക്ക് സ്പെസിഫിക്കലി ടെമ്പറേച്ചർ വെച്ചിട്ട് ഇതാക്കാം. 200 ഫാരൻഹീറ്റ് ഡിറ്റക്ടർ. ഓക്കെ. നമുക്ക് ഫയർ അലാറാം ഹോൺ ഉണ്ട്, വാൾ മൗണ്ടഡ്, അല്ലെങ്കിൽ സ്പീക്കർ ഉണ്ട്. അപ്പൊ ഞാനൊരു ഹോൺ വെക്കുന്നുണ്ട്, അലാറാം അടിക്കുന്ന ഹോൺ. ഓക്കെ. വാൾ മൗണ്ടഡ് എടുക്കുമ്പോ നമ്മ ഗ്രൗണ്ട് ഫ്ലോറിൽ വരണം. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ഗ്രാഫിക്സിൽ ഇതൊന്ന് ടിക്ക് ചെയ്യാട്ടാ. എന്നിട്ട് നമ്മ എന്ത് ചെയ്യാ, നമ്മുടെ ഡിവൈസിൽ ഫയർ അലാറാം എടുക്കുമ്പോൾ ലോഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക ഹോൺ. കണ്ട? ക്ലിയർ ആയോ? ഹൈറ്റ് ഡിഫോൾട്ട് ഉണ്ടാവട്ടെ, നമ്മളായിട്ട് ചേഞ്ച് ചെയ്യണ്ട. ഇത് ഓക്കെ ആണോ? വിസിബിലിറ്റി ഗ്രാഫിക്സിൽ എല്ലാവരും സെലക്ട് ചെയ്ത് കൊടുത്തോട്ടാ. ഞാൻ അപ്പുറത്തെ റൂമിലെ വെച്ചേട്ടാ, ഇപ്പുറത്തെ റൂമിലാണ് വെച്ചോളൂട്ടാ. ഇനി എന്താ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ DB ഉണ്ട്. DB എന്താ, ഇത് നമുക്ക് എന്തൊക്കെ വേണോ ഇത് സെയിം പ്രോസസ് തന്നെ കേട്ടോ. എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഹലോ, അതിന് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്, പാനല്. ലോഡ് ഫാമിലി ഇതിൽ തന്നെ ഫയർ അലാറാം കൺട്രോൾ പാനൽ കണ്ട് കിടക്കുന്നുണ്ടോ? ഈ ഒരു ഇതിൽ തന്നെ കേട്ടോ. ഫയർ അലാറാം കൺട്രോൾ പാനൽ കേട്ടാ. അപ്പൊ ഈ കൺട്രോൾ പാനൽ എടുത്തിട്ട് ഓപ്പൺ പറഞ്ഞിട്ട് നമ്മ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇത് ഹൈറ്റ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഇത് കൊടുത്താൽ മതി.
ഇതിലെന്താ ചെയ്യണ വെച്ചാല് ഇതിന്റെ അകത്ത് ഓരോ MCB ഉണ്ടാവും. അപ്പൊ ഓരോ MCBക്ക് ഓരോ എക്യുപ്മെന്റ് ആയിട്ട് ഓരോ ഫ്ലോറിനെ വെച്ച് കൺട്രോൾ ചെയ്യാം. മനസ്സിലായില്ല? അടുത്ത ഫ്ലോറിൽ പാലുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് സ്പീക്കേഴ്സ് ആദ്യം സെലക്ട് ചെയ്തു. അതിലൂടെ ഇവിടെ ഫയർ അലറാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്നിട്ട് അതിൽ നമുക്ക് സെലക്ട് പാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് കുറെ പാനൽ ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് പാനൽ എടുത്ത് സ്പെസിഫൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പാനലിന്റെ പേരുണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്താൽ അതിലേക്ക് കണക്ഷൻ വന്നോളൂ. മനസ്സിലായില്ലേ? എന്നിട്ട് ഏത് വയറാ വേണ്ടതുണ്ടെങ്കിൽ ആ വയറ് ജസ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ വയേഴ്സിന്റെ പോയത് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. ആർക്ക് വയർ, ആർക്ക് എന്ന് പറഞ്ഞാൽ സ്പ്ലെയിൻ വെച്ച മോട്ടൊക്കെ വരത്തില്ല, അതുപോലെ വരും കേട്ടോ. സെലക്ട് ചെയ്ത് നമ്മ ഫയർ അലറാം എടുത്ത് ഇവിടെ പാനൽ കൊടുത്തു. ഇവിടെ ഏത് വയറ് വേണ്ടെന്ന് ജസ്റ്റ് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഡിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോ എത്ര MCB എന്നൊക്കെ കൊടുത്തെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാഗ് ഉണ്ട് നോട്ടില്ല. അതൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ, എങ്ങനെ ടാഗ് ചെയ്യണം MCBയുടെ കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോൺഡ്യൂട്ട് വെച്ചിട്ട് വരക്കാം. ഈ എന്ന് പറഞ്ഞത് 2D റെഫറൻസ് ആ, 3Dക്ക് കോപ്പി പേസ്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മ ഇവിടെ ഗ്രൗണ്ടിൽ ചെയ്തിട്ട് ഈ സ്പ്രിംഗ്ലറിനൊക്കെ കോപ്പി പേസ്റ്റ് വയർ ഒഴിവാക്കണം. ഇത് 3D കാണില്ല. 3D കാണുമ്പോൾ നമ്മ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മ ഇപ്പോ ആ എലിവേഷനിൽ ക്ലിയർ ആയിട്ട് വന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. കണ്ടോ? ഇതാണ് നമ്മളെ ഫയർ ഡിവൈസ്. ഇതല്ലല്ലോ, നമ്മ ഇതൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാല് കിട്ടും വിസിബിലിറ്റിയുടെ ഫീച്ചർ. എല്ലാ ഫ്ലോറിനും ഡിഫറെന്റ് ആയ കാരണം നമ്മൾ സെപ്പറേറ്റ് വന്നിട്ട് ഓൺ ചെയ്യുന്നത് കേട്ടോ. ഇതാണോ? ആണ്. നമ്മ എലിവേഷൻ കുത്തിയായില്ലാന്നുണ്ടെങ്കിൽ കാണില്ല. ഇതല്ല. ഓക്കെ, ഇതാണ്. ഇതല്ലല്ലോ. അങ്ങോട്ട് അതിന്റെ വിസിബിലിറ്റി ഓൺ ആക്കി കൊടുത്തോട്ടോ. ഇല്ലാതെ അവിടെ കാണില്ല. ഓക്കെ, ഇതിന്റെ എങ്ങനെ അറിയില്ല DB കോൺഡ്യൂട്ട് വരക്കാണ്ടിട്ട് ഇവിടുന്ന് ഡ്രോ കോൺഡ്യൂട്ട് പറയാം. ഈ ഡ്രോ കോൺഡ്യൂട്ട് പറയുമ്പോൾ നമ്മളോട് ചോദിക്കുക ഏത്, നമുക്കിപ്പോ ഒരു 5 MCB അല്ലെങ്കിൽ എത്ര MCB ഉണ്ട്, ആ എത്ര MCB വയേഴ്സ് കോൺഡ്യൂട്ട് പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെച്ചു കൊടുക്കാം. ഇവിടുന്ന് ഒരെണ്ണം കൊടുക്കും. മനസ്സിലായില്ലേ? ഫിനിഷ് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് ഇപ്പൊ സീലിംഗിക്ക് പോണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം കൊടുത്തു. കണ്ടോ? ഇനി അടുത്തത് വരക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഡ്രോ കോൺഡ്യൂട്ട് വരക്കണത് നിർബന്ധമില്ല. ഇവിടെ പാരലൽ കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സിസ്റ്റത്തിൽ. ഇവിടെ വന്നു കഴിഞ്ഞാല് പാരലൽ കോൺഡ്യൂട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ നമ്പേഴ്സ്, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല് അറിയില്ലേ, വെർട്ടിക്കലും ഹൊറിസോണ്ടലും കൊടുക്കാം. അപ്പൊ ഹൊറിസോണ്ടൽ നമ്പേഴ്സ് ഞാൻ ഒരു 3 കൊടുത്തു, വെർട്ടിക്കൽ നമ്പേഴ്സും നമ്മ 3 കൊടുത്തു. എന്നിട്ട് ഡിസ്റ്റൻസ് ഇവിടെ കൊടുക്കുക. ഞാൻ ഒരു 50 കൊടുക്കുന്നുണ്ട് തൽക്കാലം. എന്നിട്ട് ആ പൈപ്പിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഇങ്ങനെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ആ ഒരു ഡയറക്ഷനിൽ കറക്റ്റ് ആയ എലിവേഷനിൽ വരച്ചോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കണ്ടാ? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇലക്ട്രിക്കല് പഠിക്കട്ടെ, അങ്ങനെ കോൺഡ്യൂട്ട് വരക്കാന്നുള്ളതൊക്കെ. ക്ലിയർ ആയോ? ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് വരക്കടാ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വരച്ചു കൊടുക്കാം, ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അടിയിലാണ് പവർ വരാൻ. മനസ്സിലായില്ലേ? വേറെ DB പവർ വരും. എന്നിട്ട് എല്ലാ സിസ്റ്റത്തിനും കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇവിടെ ജസ്റ്റ് ചെയ്യും കേട്ടാ. ഫിൽട്ടർ ക്രിയേഷൻ ചെയ്യണത് ജസ്റ്റ് ഞാൻ ഇപ്പൊ നോക്കിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഫിൽട്ടർ ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മ പാനൽ വരച്ചു കഴിഞ്ഞാലേ ഈ പവർ ചെയ്ത് കഴിഞ്ഞാൽ പാനൽ ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂവില് അനലൈസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പാനൽ ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായി? അടുത്ത് നമ്മളെ പാനലിലുണ്ടാവും. ഓക്കെ പറഞ്ഞാൽ ഏതൊക്കെ 20 MCB ഉണ്ട്, ആ 20 MCB ഏതൊക്കെ റൂമിക്കാ പോയിട്ടുള്ള നമ്മൾ സ്പേസ് കൊടുത്തിട്ട് ഇവിടെ കാണിച്ചു തരും. ഇതെന്ന് പറഞ്ഞത് ഇതിന്റെ
പാനലിന്റെ അത്ര ഡീറ്റെയിൽ ഇല്ല. നമുക്ക് മെയിൻ പാനൽ അങ്ങനെ DB ലൈറ്റ് ലോഡ് പാനൽ ആണ് ഇമ്പോർട്ടന്റ്. ജസ്റ്റ് എത്ര MCB യൂസ് ചെയ്തൊന്നും കാണിക്കുന്നതാ. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക്സിൽ ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എഡിറ്റ് ന്യൂ പറഞ്ഞിട്ട് പുതിയത് പറഞ്ഞ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ന്യൂ കൊടുത്തിട്ട് ഫയറിന് കൊടുത്തു. ഫയർ കൊടുത്തു. ഇവിടെ നമുക്ക് പൈപ്പിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. പ്ലംബിങ്, ഫിക്സ്റ്റേഴ്സ്, പൈപ്പിംഗ് സിസ്റ്റം മസ്റ്റ് ആയിട്ട് കൊടുത്തോളൂ കേട്ടോ. പൈപ്പ് ആക്സസറീസ്, പൈപ്പ്സ് ഇതെല്ലാതും കൊടുക്കുക. പിന്നെ നമ്മളെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആ ഒരു ഇത് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യാ, സിസ്റ്റം ക്ലാസിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കണ്ട അത് കൊടുക്കുക. ഈക്വൽ ടു നമ്മളെ ഫയർ പ്രൊട്ടക്ഷൻ വെറ്റ്. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ നമുക്കിപ്പോ വേറെ എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്യുന്ന സിസ്റ്റം നെയിം, നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യില്ലേ, അപ്പൊ നമ്മൾ പേര് കൊടുക്കും. സിസ്റ്റം നെയിമുകൾ ഇപ്പൊ പേര് കൊടുക്കും. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മനസ്സിലായോ? സ്പ്രിംഗ്ലർ നമ്മ സിസ്റ്റം നമുക്ക് അവിടെ പേര് അടിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നെയിം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇവിടെ ഇലക്ട്രിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലും കൂടി മെക്കാനിക്കലൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകൾ, ഇലക്ട്രിക്കൽ ഫിക്സ്ചർ, ഇലക്ട്രിക്കൽ ഇടുമ്പോ നമുക്ക് സിസ്റ്റം നെയിം വരുന്നില്ലടാ. നമുക്ക് ഹാൻഡിൽ കൊടുക്കാം. മെക്കാനിക്കൽ ഇലക്ട്രിക്കലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ വരുന്നില്ല. ഓക്കെ, നമുക്ക് അത് നോക്കട്ടെ, ഞാൻ പറഞ്ഞു തരാം. ആ ഇലക്ട്രിക്കലും കൂടി ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ അപ്ലൈ ഓക്കെ പറയാം. എന്നിട്ട് ഇതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഫയറിന് പറഞ്ഞിട്ട് ഈ ഫയർ അൺടിക്ക് ചെയ്ത് നമ്മ അപ്ലൈ ഓക്കെ പറഞ്ഞാൽ ഫയറിന്റെ എല്ലാതും പോകും. നമ്മ സ്പ്രിംഗ്ലർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അതാണ് പോവാത്തത് ഫിൽറ്ററിൽ. ഒന്നുകൂടി ഒന്ന് എഡിറ്റ് പറഞ്ഞിട്ട് ആ ഫയറിന്റെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്പ്രിംഗ്ലർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോ ഫയർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ സ്പ്രിംഗ്ലറും പോയിട്ടുണ്ടോ, നമ്മളെല്ലാ എക്യുപ്മെന്റുകളും കാര്യങ്ങളും പോകും. ഇപ്പൊ ഇലക്ട്രിക്കലിന് വേറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് ഇലക്ട്രിക്കൽ എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇത് ക്ലിയർ ആയില്ല? ഡൗട്ട് ഇല്ലല്ലോ? ഇനി ടിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ സിസ്റ്റം അവിടെ ഫോം ചെയ്യും. അപ്പൊ നമ്മളെ ഫയർ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക്കലില് വരുമ്പോഴാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസും. DB-നെ കുറിച്ചിട്ടൊക്കെ കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. DB അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, പവർ ചെയ്യണത്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫയർ പൂർണ്ണമാവുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ശരി, ലോഗ് ഇടണം കേട്ടോ ഇന്നലത്തെ.